ഹായ് ഓൾ, വെൽക്കം ടു ദ നെക്സ്റ്റ് വീഡിയോ ഓഫ് ബ്രൈറ്റ് ടു സക്സസ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഓൾറെഡി നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് സെക്കൻഡ് ചാപ്റ്ററാണ്, അറേ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഇതിൽ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമുക്ക് പഠിക്കാനായിട്ടുള്ളൂ, ഒരുപാട് കാര്യങ്ങളൊന്നും പഠിക്കാനില്ല. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നോക്കാം അതെന്താണെന്നുള്ളതൊക്കെയാണ്. ഫസ്റ്റ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കേണ്ടതാണ് എന്താണ് അറേ എന്നാണ്. അറേ ആർ യൂസ്ഡ് ടു സ്റ്റോർ എ സെറ്റ് ഓഫ് വാല്യൂ ഓഫ് സെയിം ടൈപ്പ് ഓഫ് കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷൻ അണ്ടർ എ സിംഗിൾ വേരിയബിൾ നെയിം. ഓക്കെ, ഒരേ ടൈപ്പുള്ള വാല്യൂസ് നമ്മൾ എന്ത് ചെയ്യാണ് മെമ്മറി ലൊക്കേഷനിൽ സേവ് ചെയ്ത് വെക്കുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് അറേ എന്ന് പറയുന്നത്. ഈ ഒരു എക്സ്പ്ലനേഷൻ ഇതുപോലെ പഠിക്കാട്ടോ. അറേയുടെ എക്സ്പ്ലനേഷൻ നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിൽ 2-3 മാർക്കിന് വരുന്നതാണ്, പഠിക്കാം. പിന്നെ ഒരു അറേയുടെ ഒരു എക്സാമ്പിൾ എഴുതാൻ പഠിക്കണം. ഇതാണ് അറേയുടെ ഒരു എക്സാമ്പിൾ, ഇൻറ്റ് A10. ഓക്കെ, നമുക്ക് ഏത് വേണമെങ്കിലും എഴുതാം, ഇൻറ്റ് B6 എന്നോ നമുക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും എഴുതാം. ഓക്കെ, സ്ക്വയർ ബ്രാക്കറ്റ് തന്നെ കൊടുക്കാം, മാറിപ്പോയത് സ്ക്വയർ ബ്രാക്കറ്റ് തന്നെ കൊടുക്കണം. പിന്നെ വരുന്നതാണ് അറേ ട്രാവേഴ്സൽ എന്താണ് എന്നാണ്. അക്സസിങ് ഈച്ച് എലമെൻറ്റ് ഓഫ് ആൻ അറേ അറ്റ്ലീസ്റ്റ് വൺസ് ടു പെർഫോം എ ഓപ്പറേഷൻ. അറേ ടു പെർഫോം അറ്റ്ലീസ്റ്റ് വൺസും കൂടെ ഉണ്ട് എൻ്റെ ഇടയിൽ. ഓക്കെ, അപ്പോൾ അക്സസിങ് ഈച്ച് എലമെൻറ്റ് ഓഫ് ആൻ അറേ അറ്റ്ലീസ്റ്റ് വൺസ് ടു പെർഫോം എ ഓപ്പറേഷൻ. ഒരു തവണയെങ്കിലും എന്തെങ്കിലും ഓപ്പറേഷൻ പെർഫോം ചെയ്യാനായിട്ട് ഓരോ അറേയെ അസൈൻ ചെയ്യുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് അറേ ട്രാവേഴ്സൽ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താണ് വരുന്നത്, ആൻ അറേ എലമെൻറ്റ് ഈസ് അസസ്ഡ് യൂസിങ് ഡാഷ്. അറേ എലമെൻറ്റ് എന്ത് യൂസ് ചെയ്താണ് അക്സസ് ചെയ്യുന്നത്, ഇൻഡെക്സ് വാല്യൂ യൂസ് ചെയ്തിട്ടാണ് അക്സസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഡാഷ് ഈസ് സ്റ്റോർഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ സ്ട്രിങ്. ഒരു സ്ട്രിങ്ങിൻ്റെ എൻഡിൽ, അറേയുടെ ബേസിൽ നമ്മൾ ഒരു സ്ട്രിങ്ങിൻ്റെ എൻഡിൽ എന്താണ് സേവ് ചെയ്യുന്നത്. ഈ ക്വസ്റ്റ്യന് നമ്മൾ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട് എപ്പോഴും വരുന്നതാണ്. എന്താണ് ഈ ഒരു സിമ്പിൾ, ഒന്നുകിൽ നമുക്ക് ഈ ഒരു സിമ്പിൾ അല്ലെങ്കിൽ നള്ള്. ഓക്കെ, നള്ളെന്നും അങ്ങനെ എഴുതിയാലും മതി. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നതാണ് സിൻറ്റാക്സ് ഓഫ് അറേ. അറേയുടെ സിൻറ്റാക്സ് എന്താണെന്നാണ്. ഡേറ്റ ടൈപ്പ്, അതുപോലെ അറേ നെയിം, സൈസ്, ഇതാണ് അറേയുടെ സിൻറ്റാക്സ്. പിന്നെ നമുക്ക് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ് ഇനിഷ്യലൈസ് ദ അറേ മാർക്ക് ടു സ്റ്റോർ മാർക്സ് ഓഫ് 5 പീപ്പിൾ. അറേ ഇനിഷ്യലൈസ് ചെയ്യാനായിട്ട് വരാറുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പോഴത്തേക്ക് അറേ ഇനിഷ്യലൈസ് ചെയ്യാനായിട്ടാണ് വരുന്നതെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതണം, ഇൻറ്റ് മാർക്ക് എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് മാർക്ക് തന്നേക്കുന്നത് കൊണ്ടാണ് ഇവിടെ മാർക്ക് വന്നത്. പിന്നെ സ്ക്വയർ ബ്രാക്കറ്റിൽ ഈക്വൽ ടു ഇട്ടിട്ട് ഈ നമ്പേഴ്സ് എല്ലാം ഇതുപോലെ എഴുതിയതിനു ശേഷം ലാസ്റ്റ് സെമിക്കോളൻ. ഇതാണ് നമുക്ക് ഇനിഷ്യലൈസ് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് അറേ ഡിക്ലെയർ ചെയ്യാം. ഓക്കെ, മാർക്ക് എന്നുള്ള ഈ ഒരു അറേ ഡിക്ലെയർ ചെയ്യാനാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് വേണം എഴുതാം, ഇൻറ്റ് മാർക്ക് 5 എവിടെ നിന്നാണ് വന്നത്, 1 2 3 4 5, അങ്ങനെ 5 സ്ക്വയർ ബ്രാക്കറ്റിൽ സെമിക്കോളൻ ക്ലോസ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. സ്പീഡായി പോയെന്ന് തോന്നുന്നവരുണ്ടെങ്കിൽ സ്പീഡ് കുറച്ചിട്ട് കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാ ചാപ്റ്റേഴ്സും എല്ലാ സബ്ജക്റ്റിനെയും കവർ ചെയ്യണം, അതുകൊണ്ടാണ് പെട്ടെന്ന് ക്ലാസ്സസ് എടുത്ത് പോകുന്നത്. അപ്പോൾ ഇത് ഇത്രയും മാത്രമാണ് നമുക്ക് സെക്കൻഡ് ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വേഗം പോയിട്ട് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററും സെക്കൻഡ് ചാപ്റ്ററും പഠിച്ചു കഴിഞ്ഞു. ഇത് നമുക്ക് പഠിക്കേണ്ടത് തേർഡ് ചാപ്റ്ററാണ്, അത് നമുക്ക് ഉടനെ ക്ലാസ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഓൾ.